നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആശ്ചര്യവും കൗതുകവും ഉണർത്തി ഡീപോൾ സൈഫെസ്റ്റ് എക്സിബിഷൻ 2K24 ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ കോലാനിയിൽ ആരംഭിക്കുന്ന ദയാ തണൽ ഡയാലിസിസ് ആൻഡ് എയർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം നടത്തി. അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് നെച്ചിക്കാട്ടിൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങ് തണൽ ചെയർമാൻ ഡോക്ടർ വി ഇദ്രിസ് ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ഫോറം ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന്റെ ട്രിപ്പ് മുടക്കുന്നതായുള്ള പരാതി വ്യാജമെന്ന് ആരോപണ വിധേയർ. മൂന്നാർ ടൗണിൽ വ്യാപാരികൾ നടത്തിയ സമരത്തെ ഭീഷണിയിലൂടെ നേരിടാൻ ചില അദൃശ്യ ശക്തികൾ ശ്രമിക്കുന്നുവെന്നാണ് അടുത്ത ദിവസങ്ങളിലുണ്ടായ ഭീഷണികളിലൂടെ മനസ്സിലാകുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ. വാർത്തകൾ വിശദമായി. ആശ്ചര്യവും കൗതുകവും ഉണർത്തി ഡീപോൾ സൈഫെസ്റ്റ് എക്സിബിഷൻ 2K24 തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ ശാസ്ത്ര കലാഭിരുചികളുടെ പ്രദർശനവേദിയായി സൈഫെസ്റ്റ് എക്സിബിഷൻ 2K24 ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ CBK ജോൺ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ ശാസ്ത്രകലാ അഭിരുചികളുടെ പ്രദർശനവേദിയായി സൈഫെസ്റ്റ് എക്സിബിഷൻ 2024 ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. Indeed, this kind of exhibition is not an expression of your projects. Indeed, it is the vibrant celebration of your talents, your creativity, and your innovative ideas. Right? Yes? ആണോ? വെറും ഒരു എക്സിബിഷൻ അല്ല അല്ലേ? You have put together your efforts. ഇതുപോലെയുള്ളൊരു സ്റ്റാള് ഇതുപോലെ മനോഹരമായിട്ട് ഇവിടെ തീർക്കുന്നത് ടീച്ചേഴ്സിൻ്റെ മാത്രം പ്രയത്നമല്ല. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ, ഇറ്റ്സ് എ കമ്പൈൻഡ് എഫേർട്ട് ഓഫ് ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ബിക്കംസ് ദ സെലിബ്രേഷൻ ഓഫ് യുവർ ക്രിയേറ്റിവിറ്റി, യുവർ ഇന്നോവേറ്റ് ഐഡിയാസ്. ഇതിനെല്ലാം സെലിബ്രേഷനാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ CBK ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡിനോ വാഴച്ചാലിൽ, അഡ്വക്കേറ്റ് ടോം J ഓലിക്കൽ എന്നിവർ ആശംസയും മേരി ആൻഡ് ഡെമീസ് സ്വാഗതവും ആൻ തെരേസ നന്ദിയും പറഞ്ഞു. ശാസ്ത്രവും കലയും കണ്ടുപിടുത്തങ്ങളും ഒരുമിച്ച ഫെസ്റ്റിൽ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം, AI പ്രസന്റേഷൻ, ചന്ദ്രയാൻ 3 മോഡൽ പ്രോജക്ട്, ഹ്യൂമൻ റോബോട്ട് ഡ്രോൺ മോഡലുകൾ, കലയും പ്രകൃതിയും സമന്വയിപ്പിച്ചൊരുക്കിയ സംസ്കൃതി എന്നിവ ഏറെ ശ്രദ്ധ നേടി. വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കൾക്കും ഫെസ്റ്റ് കാണുവാൻ ക്രമീകരണം ഒരുക്കിയിരുന്നു.
കോലാനിയിൽ ആരംഭിക്കുന്ന ദയാ തണൽ ഡയാലിസിസ് ആൻഡ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം നടത്തി. അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് നെച്ചിക്കാട്ടിൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങ് തണൽ ചെയർമാൻ ഡോക്ടർ വി ഇദ്രീസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ദയ ട്രസ്റ്റിന്റെയും വടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണലിന്റെയും ആഭിമുഖ്യത്തിൽ തൊടുപുഴ കോലാനിയിൽ ആരംഭിക്കുന്ന ദയ തണൽ ഡയാലിസിസ് ആൻഡ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം നടത്തി. സമ്മേളനം തണൽ ചെയർമാൻ ഡോക്ടർ വി ഇന്ദ്രിസ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു ലാൻഡ് ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയങ്കരനായ ഒന്ന് ആലോചിച്ചു നോക്കും. കാസിമിസ്ഥാൻ പറഞ്ഞപ്പോൾ ഇതിന്റെ യഥാർത്ഥ വില അദ്ദേഹം അത് നൽകിയപ്പോൾ, ജമാൽ സാഹിബ് അത് നൽകിയപ്പോൾ നാം അത് വല്ലാതെ ആഘോഷിക്കുന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി ഞാൻ പറയും അദ്ദേഹത്തിന്റെ കടമ നിർവഹിച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മൾ അതിനെ കാണേണ്ടത്. കാരുണ്യം, ചാരിറ്റി എന്നത്, സാമൂഹ്യ പ്രവർത്തനം എന്നത് വർത്തമാന കാലത്ത് ഏതോ അർത്ഥത്തിൽ അശ്ലീലവൽക്കരിക്കുകയെന്നാണ് ഞാൻ സാധാരണ ഇതിൽ പറയാം. ഞാൻ എന്റെ ഫോട്ടോ, എന്റെ 4 കോളം വാർത്ത എന്നതിലേക്ക് ഒതുക്കി നിൽക്കേണ്ട വർത്തമാന കാലത്ത് അദ്ദേഹം ആ അർത്ഥത്തിൽ പേര് പോലും പുറത്തൊക്കെ പറയാതെ തീർന്നില്ല പോലും. ഇവിടെയുള്ള ഈ ഒരു സ്ഥലം കൂടാതെ മറ്റൊരു 2.5 ഏക്കർ കൂടി നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കടമ അദ്ദേഹം നിർവഹിച്ചു. തിരിച്ചു കാണിച്ചു. നമുക്കും നമ്മുടെ കയ്യിലും ഇല്ലേ ചില സംഗതികൾ. അദ്ദേഹത്തെ പോലെ കാശോ സ്വത്തോ നമുക്കിട്ട് ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിൽ ഏതോ അർത്ഥത്തിൽ ചില ഇടപെടലുകൾ നടത്താൻ വേണ്ടി നമുക്ക് കഴിയും. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ES മൂസ അധ്യക്ഷത വഹിച്ചു. അജ്മൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് നെച്ചിക്കാട്ടിൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സബീന ബിഞ്ചു, കൗൺസിലർ കവിത വേണു, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PN അജി, VH അലിയാർ കാസിമി, ടൗൺ മസ്ജിദ് ഇമാം ഇംദാദുള്ള മൗലവി, കോലാനി ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കരൻ നായർ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തെരണിയിൽ, ES മൂസ, സുനീർ എബ്രാഹിം, PP കാസിം, PP മുഹമ്മദ് ഹനീഫ, TM ശശി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കിളുമായി ആദിത്യൻ ചവിട്ടിക്കയറിയത് നാഷണൽ ലെവലിലേക്ക്. റോഡ് സൈക്കിൾ വിഭാഗത്തിൽ നടന്ന മത്സരങ്ങളിൽ ആദിത്യൻ മത്സരിച്ചത് താൻ പ്രാക്ടീസ് ചെയ്യുന്ന ഇരുമ്പ് സൈക്കിളാണ്. ഡിസംബറിൽ ഒറീസയിൽ നടക്കുന്ന നാഷണൽ ലെവൽ റോഡ് സൈക്കിൾ വിഭാഗത്തിൽ മത്സരിക്കാൻ സെലക്ഷൻ ലഭിച്ച തൊടുപുഴയിൽ നിന്നുള്ള ആദിത്യൻ എന്ന വിദ്യാർത്ഥിയാണ് സൈക്കിൾ ഇല്ലാത്തത്. മാതാപിതാക്കൾ മേടിച്ചു നൽകിയ ഇരുമ്പ് സൈക്കിളാണ് കൈവശമുള്ളത്. എന്നാൽ ഇതുപയോഗിച്ച് നാഷണൽ ലെവലിൽ മത്സരിക്കാൻ സാധിക്കില്ല. ആരുടെയെങ്കിലും സഹായം ലഭിക്കുകയാണെങ്കിൽ ആദിത്യൻ മികച്ച പ്രകടനം നടത്തുവാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കിളുമായി ആദിത്യൻ ചവിട്ടിക്കയറിയത് നാഷണൽ ലെവലിലേക്ക്. റോഡ് സൈക്കിൾ വിഭാഗത്തിൽ നടന്ന മത്സരങ്ങളിൽ ആദിത്യൻ മത്സരിച്ചത് താൻ പ്രാക്ടീസ് ചെയ്യുന്ന ഇരുമ്പ് സൈക്കിളിലാണ്. അവിടെ നിന്നുമാണ് നാഷണൽ ലെവലിലേക്ക് ആദിത്യൻ സെലക്ട് ആയത്. ഇടുക്കി ജില്ലയിൽ നിന്ന് 3 വിദ്യാർത്ഥികളാണ് നാഷണൽ ലെവലിലേക്ക് റോഡ് സൈക്ലിംഗ് വിഭാഗത്തിൽ പോകുന്നത്. അതിൽ ആദിത്യൻ, ബി, അർജുൻ എന്നീ 2 കുട്ടികൾ തൊടുപുഴയിൽ നിന്നുമുള്ളവരാണ്. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന റോളി ഹണ്ടേഴ്സ് എന്ന ക്ലബിന്റെ കീഴിൽ രാജേഷ് എന്നയാളുടെ ശിക്ഷണത്തിലാണ് ഇവർ പരിശീലനം നടത്തുന്നത്. ഇവർക്ക് പരിശീലനം നടത്തുവാൻ ആവശ്യമായ എക്യുപ്മെന്റ്സുകൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെയും തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെയും സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾ പ്രാക്ടീസ് നടത്തുന്നത്. ഈ ഡിസംബർ മാസം ആദ്യവാരത്തിൽ നടക്കുന്ന നാഷണൽ സൈക്ലിംഗ് റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ ഇടുക്കി ജില്ലയിൽ നിന്നും 3 കുട്ടികൾക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. അതിൽ 2 കുട്ടികളും തൊടുപുഴ റോളി ഹണ്ടേഴ്സ് ടീമിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ്. നിലവിൽ ഇവരുടെ പ്രാക്ടീസ് നടക്കുന്നത് ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലാണ്. അവിടുത്തെ ബർസാർ അച്ഛൻ, ബെൻസൺ അച്ഛൻ്റെ സഹകരണത്തോടെ റോളി ഹണ്ടേഴ്സ് ടീം അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. മാത്രമല്ല, ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ മത്സരിക്കുന്ന ചില കുട്ടികൾക്ക് എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളത് തന്നെ അവർക്കൊരു പോരായ്മയാണ്. അവർക്ക് സ്കൂൾ ലെവലിൽ പോകുമ്പോഴൊന്നും അവർക്ക് കാര്യമായി അവരുടെ നിലവാരം മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇതിനും വേണ്ട സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഇപ്പോൾ ആദിത്യൻ പരിശീലനം നടത്തുന്നത് മാതാപിതാക്കൾ മേടിച്ചു കൊടുത്ത പരിമിതമായ സൈക്കിളിലാണ്. സ്റ്റേറ്റ് തലത്തിലും നാഷണൽ ലെവലിലും കുട്ടികൾക്ക് മത്സരിക്കണമെങ്കിൽ കാർബൺ സൈക്കിൾ തന്നെ വേണം. ആവശ്യമായ എക്യുപ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ പ്രകടനം നടത്തുവാൻ സാധിക്കുന്നില്ല. ഡിസംബർ 4 മുതൽ 8 വരെ ഒറീസയിൽ നടക്കുന്ന നാഷണൽ ലെവൽ റോഡ് സൈക്കിൾ വിഭാഗത്തിൽ മത്സരിക്കാൻ സെലക്ഷൻ ലഭിച്ച തൊടുപുഴയിൽ നിന്നുള്ള ആദിത്യൻ എന്ന വിദ്യാർത്ഥിക്കാണ് സൈക്കിൾ ഇല്ലാത്തത്. എൻ്റെ പേര് ആദിത്യൻ. ഞാനിവിടെ കുമാരമംഗലത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിപ്പോൾ ജില്ലയിൽ എനിക്ക് പോയിട്ട് ഫസ്റ്റ് കിട്ടി. സ്റ്റേറ്റിൽ ഞങ്ങൾ പോയിട്ട് എനിക്ക് കാസർഗോഡ് വെച്ചായിരുന്നു സ്റ്റേറ്റ് മത്സരം. അവിടെ വെച്ച് 4th കിട്ടി എനിക്ക്. പിന്നെ നാഷണലിൽ പോകണമെങ്കിൽ ഇത് സാധാ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കിളാണ്. ഇത് 20-25,000 രൂപ വരുള്ളൂ. പക്ഷേ നാഷണൽ വരുന്ന എല്ലാവരുടെയും സൈക്കിൾ വരുന്നത് തന്നെ 2.5-3.5 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, അതിന് മുകളിലോട്ടെല്ലാം ഉള്ള സൈക്കിളൊക്കെ എക്യുപ്മെൻ്റൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെങ്കിലും നല്ല എക്യുപ്മെൻറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാഷണലിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു മെഡൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആരെങ്കിലും സൈക്കിൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരണം. മാതാപിതാക്കൾ മേടിച്ചു നൽകിയ ഇരുമ്പ് സൈക്കിളാണ് കൈവശമുള്ളത്. എന്നാൽ ഇതുപയോഗിച്ച് നാഷണൽ ലെവലിൽ മത്സരിക്കാൻ സാധിക്കില്ല. ആരുടെയെങ്കിലും സഹായം ലഭിക്കുകയാണെങ്കിൽ തനിക്ക് മികച്ച പ്രകടനം നടത്തുവാൻ സാധിക്കുമെന്ന് ആദിത്യൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ഫോറം ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തിയ ഷീല ഷാജിയെ പ്രത്യേകമായി യോഗത്തിൽ അഭിനന്ദിച്ചു. ഈയിടെ രചിച്ച ക്വാർട്ടേഴ്സിലെ പ്രേതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം TJ പീറ്റർ നിർവഹിച്ചു. യോഗത്തിൽ മുതിർന്നവരായ പെൻഷൻ കുടുംബങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നവോത്ഥാന കാലത്തിന്റെ ഇടർച്ച സമൂഹത്തെ പിന്നോട്ട് നയിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ. പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ഫോറം ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയിക്കാൻ, നേർവഴിക്ക് ചിന്തിപ്പിക്കാൻ ഈ സമൂഹത്തിന് കഴിയണം. അതല്ലെങ്കിൽ ആപത്കരമായ ദിശകളിലേക്ക് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും അധപ്പതിക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായേ പറ്റൂ. ഈ കാലഘട്ടം ഈ സമൂഹത്തിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റ് രാജ്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരവസ്ഥയുള്ളപ്പോഴും നമ്മുടെ രാജ്യം, നമ്മുടെ മഹത്തായ രാജ്യം, നമ്മുടെ പരിപാവനമായ ജനാധിപത്യം, നമ്മുടെ പരിപാവനമായ മതേതരത്വം, ഇതൊക്കെ പരിരക്ഷിക്കുന്നതിൽ നമ്മുടെ മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം വഹിച്ച പങ്ക് നിസ്തുലമാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ആ മഹാരഥന്മാരായ നേതാക്കന്മാർ രാജ്യത്തെ ജനങ്ങളെ എല്ലാം ഒന്നായി കണ്ട, ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നായി കണ്ട ഒരു വലിയ മനസ്സിന്റെ ഉടമകളായ നേതാക്കന്മാരും ആ നേതാക്കന്മാരുടെ വളരെ വിശാലമായ ദർശനങ്ങളുമൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പരിപാവനമായ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഇക്കാലം അത്രയും കാത്തുസൂക്ഷിച്ചത് എന്ന കാര്യം നമുക്ക് അഭിമാനകരമാണ്. എങ്കിൽ അതിലൊക്കെ മരണമണി മുഴങ്ങുന്ന അപകടകരമായ ചിന്താഗതികളിലേക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സമൂഹമാണ് വഴിതെറ്റി പോകുന്നത്. ആ വഴിതെറ്റുന്ന സമൂഹത്തിന് നമ്മുടെ രാജ്യത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയാതെ പോകുമെന്നുള്ളതൊക്കെ വളരെ അപകടകരമായ ദിശകളിലേക്ക് നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും കൊണ്ടെത്തിക്കുമെന്നുള്ള ഒരു ആശങ്ക പങ്കിടുന്ന ഒരുപാട് ദേശസ്നേഹികൾ നമ്മുടെ ഇടയിലുണ്ട്. ആ ദേശസ്നേഹികൾക്കൊപ്പം മാറ്റത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ശരിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ നയിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായി ഇന്ത്യയിൽ, കേരളത്തിൽ നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് എക്കാലത്തേക്കാൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിലും 8 വർഷമായി കേരളത്തിലും നടക്കുന്ന ഭരണത്തിൽ വെറുപ്പും വിഭാഗീയതയും വളർത്തുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി S. അശോകൻ പ്രസ്താവിച്ചു. ഇതിനെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം അണിനിരക്കാൻ പെൻഷൻകാരായ വനിതകൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിരവധി സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തിയ ഷീല ഷാജിയെ പ്രത്യേകമായി യോഗം അഭിനന്ദിച്ചു. ഈയിടെ രചിച്ച ക്വാർട്ടേഴ്സിലെ പ്രേതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം TJ പീറ്റർ നിർവഹിച്ചു. യോഗത്തിൽ മുതിർന്നവരായ പെൻഷൻ കുടുംബാംഗങ്ങളെ പൊന്നാട നൽകി ആദരിക്കുകയും ചെയ്തു. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് അൽഫോൺസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് T. വനജ, സംസ്ഥാന കമ്മിറ്റി അംഗം ഗീത, KSSFPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KD പ്രകാശൻ, ജില്ലാ സെക്രട്ടറി ഐവാൻ സെബാസ്റ്റ്യൻ, ട്രഷറർ TM ജോയി, TJ പീറ്റർ, KS ഹസൻകുട്ടി, റോയി ജോർജ്, ഷെല്ലി ജോൺ, സിസിലി തോമസ്, ലതിക KS, സുധ VM, സൈനബ, അംബി TK, ഡാലി തോമസ്, ഷീല ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലേന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് ഹരിത കർമ്മസേനയോടൊപ്പം ഭവനങ്ങൾ സന്ദർശിച്ച് മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. മാലിന്യ ശേഖരണത്തിൽ പങ്കാളികളായി. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലെ അഞ്ചിരി ഭാഗത്താണ് വോളണ്ടിയേഴ്സ് ഹരിത കർമ്മസേനയോടൊപ്പം ചേർന്നത്. പഞ്ചായത്ത് സെക്രട്ടറി അജയകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുലിമലയിൽ എന്നിവർ കുട്ടികളെ അഭിനന്ദിച്ചു.
കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് കേരളത്തിലെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഒരു പുത്തൻ അധ്യായം കുറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പം ഭവനങ്ങൾ സന്ദർശിച്ച് മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയും മാലിന്യ ശേഖരണ പ്രക്രിയകളിൽ പങ്കാളികളാവുകയും ചെയ്തു. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ അഞ്ചിരി ഭാഗത്താണ് വോളണ്ടിയേഴ്സ് ഹരിതകർമ്മ സേനയോടൊപ്പം ചേർന്നത്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സിനെ പഞ്ചായത്ത് സെക്രട്ടറി അജയകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുലിമലയിൽ എന്നിവർ അഭിനന്ദിച്ചു. QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന രീതി, വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ശേഖരിച്ച് അവ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുന്നത് മുതൽ അവ ഗ്രീൻ കേരള കമ്പനിക്ക് കൈമാറുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ ഹരിതകർമ്മ സേനാംഗം സ്വപ്ന ബിനു വോളണ്ടിയേഴ്സിന് വിവരിച്ചു കൊടുത്തു. പരിപാടികൾക്ക് NSS പ്രോഗ്രാം ഓഫീസർ അനിൽ M. ജോർജ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ലിനോമോൾ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി മേരി S, സീനിയർ അസിസ്റ്റന്റ് തോമസ് ടി പാലക്കാടൻ, അധ്യാപകരായ നിക്സ് ജോസ്, ജോബിൻ ജോർജ്, ജോജോ ജോൺ, ഡെൻസി പൗലോസ്, പ്രിൻസി ജോയ്, ജൂഡിത്ത് ജോർജ്, വോളണ്ടിയർ ലീഡർമാരായ അഷ്കർ റിയാസ്, ഷോബിൻ ചാക്കോ, ശാലിനി സാബു, ആവണി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കലയന്താനി. തൊടുപുഴ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് റോഡിലോടുന്ന സ്വകാര്യ ബസിന്റെ ട്രിപ്പ് മുടക്കുന്നതായുള്ള പരാതി വ്യാജമെന്ന് ആരോപണ വിധേയർ. കഴിഞ്ഞ ദിവസമാണ് ഒരു സംഘം ആളുകൾ ബസിന്റെ മുൻവശത്ത് കാർ നിർത്തി തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് പരാതി ഉയർന്നത്. സ്വകാര്യ ബസ് അനുവദനീയമായ റൂട്ടിലല്ല സർവീസ് നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന്റെ ട്രിപ്പുകൾ മറ്റ് സ്വകാര്യ ബസ് ഉടമകൾ ചേർന്ന് മുടക്കുന്നതായി പരാതി ഉയർന്നത്. ബസിന് മുൻപിൽ കാർ നിർത്തി തടസ്സം സൃഷ്ടിക്കുകയാണെന്നായിരുന്നു പരാതി. എന്നാൽ പരാതി വ്യാജമാണെന്ന് ആരോപണ വിധേയർ വ്യക്തമാക്കി. വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് ട്രിപ്പ് മുടക്കുന്നു എന്ന തരത്തിലേക്ക് എത്തിയത്. ഓവർടേക്ക് ചെയ്തതുമായി ഉണ്ടായ പ്രശ്നം സ്വകാര്യ ബസിന്റെ ഡ്രൈവറുമായി സംസാരിച്ചപ്പോൾ ഡ്രൈവർ അസഭ്യം പറയുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നും ആരോപണ വിധേയർ പറഞ്ഞു. തൊടുപുഴ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് ഓടുന്ന അലോൺസ് എന്ന് പറയുന്ന ബസ് തടയുകയുണ്ടായി എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ശരിക്കും അതിൻ്റെ ഉള്ള സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറി വരികയും ആ വണ്ടി കയറി വന്ന ഉടനെ തന്നെ അലോൺസ് ബസ്സിലെ ഡ്രൈവർ മോശമായി നമ്മളോട് ഇങ്ങോട്ട് വർത്താനം പറയുകയും നമ്മൾ ഇറങ്ങുകയും അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ഉണ്ടായത്. ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നതും ഡ്രൈവർ സംസാരിക്കുന്നതും. ഇതിൻ്റെ അകത്ത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ 10-20 തവണയായിട്ട് ഈ ബസ്സിൻ്റെ റൂട്ട് ഉടുമ്പന്നൂർ നിന്നും ഇടമറുക് വഴിക്ക് വലത്തോട്ട് തിരിഞ്ഞ് 2:05 സ്റ്റാൻഡിൽ നിന്നും എടുത്ത് പോകുന്ന ടൈമിൽ ഇടമറുക് വഴിക്കാണ് പോകേണ്ടത്. പലതവണ അവരോട് പറയുകയും അതവർക്ക് തിരിച്ച് നമ്മളോട് വിളിച്ച് സംസാരിക്കുകയും പല രീതിയിലുള്ള തടസ്സങ്ങൾ അവർ നമുക്കെതിരെ നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അവർ ഇത് പറഞ്ഞത്. ശരിക്കും പെർമിറ്റ് വയലേഷനാണ് കാണിക്കുന്നത്. 2:05 പോകുന്ന വണ്ടി പാറേക്കവല മഞ്ചിക്കൽ റൂട്ട് പോകാൻ പാടില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ തെറി പറയുന്ന ആ സാഹചര്യം ഉണ്ടായപ്പോൾ മഞ്ചിക്കൽ റൂട്ടിൽ വെച്ചിട്ടാണ്, പാറേക്കവല മഞ്ചിക്കലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരിക്കും അവിടെ വെച്ച് ഈ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ലഭിക്കാനോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഗുരുതരമാവുന്നതോ പെർമിറ്റ് ഇല്ലാണ്ടാവുന്ന ഒരു സാഹചര്യം ജനങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സർക്കാർ നോക്കി നിൽക്കാൻ പറ്റുകയോ ഉള്ള ഒരു റൂട്ടിൽ കൂടെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്നും ഉടുമ്പന്നൂർ ഇടമുറുക് കാരൂക്കപ്പള്ളി വഴി മഞ്ചിക്കല്ല് പോകേണ്ട ബസ് ഉടുമ്പന്നൂരിൽ നിന്നും പാറേക്കവല വഴിക്കാണ് മഞ്ചിക്കല്ലിലേക്ക് പോകുന്നത്. ഈ വഴിയിൽ വെച്ചാണ് കാർ യാത്രികരുമായി വാക്കുതർക്കമുണ്ടായത്. പെർമിറ്റ് അനുവദിച്ചിട്ടില്ലാത്ത വഴിക്ക് ഈ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നതിനെതിരെ അധികൃതർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിങ്ങാശ്ശേരി. മൂന്നാർ ടൗണിൽ വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് നിയമപരമായി വ്യാപാരം ചെയ്യുന്നവർക്ക് സംരക്ഷണവും അതിനുള്ള അവസരവും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂന്നാർ ടൗണിൽ വ്യാപാരികൾ സമരം നടത്തിയിരുന്നു. ഇതിനെ ഭീഷണിയിലൂടെ നേരിടാൻ ചില അദൃശ്യ ശക്തികൾ ശ്രമിക്കുന്നുവെന്നാണ് അടുത്ത ദിവസങ്ങളിലുണ്ടായ ഭീഷണികളിലൂടെ മനസ്സിലാകുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ. ഭീഷണി സന്ദേശങ്ങൾ അയച്ചതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് ശിക്ഷ നൽകുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മൂന്നാർ യൂണിറ്റ് പ്രസിഡന്റിനും മറ്റു ഭാരവാഹികൾക്കുമെതിരെ ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് നിയമപരമായി വ്യാപാരം ചെയ്യുന്നവർക്ക് സംരക്ഷണവും അതിനുള്ള അവസരവും നൽകണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ ടൗണിൽ വ്യാപാരികൾ സമരത്തെ ഭീഷണിയിലൂടെ നേരിടാൻ ചില അദൃശ്യ ശക്തികൾ ശ്രമിക്കുന്നുവെന്നാണ് അടുത്ത ദിവസങ്ങളിലുണ്ടായ ഭീഷണികളിലൂടെ മനസ്സിലാകുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ പറഞ്ഞു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടം നീക്കം ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഭീഷണി കൊണ്ട് ഏകോപന സമിതിയുടെ പ്രവർത്തകരെ പേടിപ്പിക്കാമെന്നാണ് ആരെങ്കിലും വിചാരിക്കുന്നത് എങ്കിൽ അത് നടപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാർ ടൗണിൽ വഴിയോര കച്ചവടങ്ങളെല്ലാം ഒഴിപ്പിക്കണം, നിയമപരമായി വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് സംരക്ഷണവും അതിനുള്ള അവസരവും നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂന്നാർ ടൗണിലെ വ്യാപാരികൾ നടത്തിയ സമരത്തെ ഒരു ഭീഷണിയിലൂടെ നേരിടാൻ ചില അദൃശ്യ ശക്തികൾ ശ്രമിക്കുന്നു എന്നാണ് ഈ അടുത്ത ദിവസമുണ്ടായ ഭീഷണികളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏത് ഭീഷണികളെയും നേരിടാൻ കരുത്തുറ്റ ഒരു സംഘടനയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് ഒരുപക്ഷെ ഇത്തരം ഭീഷണികളുമായൊക്കെ രംഗത്ത് വരുന്നത്. ഇത് വ്യാപാരികൾ എടുത്ത തീരുമാനമല്ല. മൂന്നാർ ഗ്രാമപഞ്ചായത്തും അവിടെ ഉള്ള തൊഴിലാളി സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും സർവകക്ഷി യോഗം ചേർന്ന് എടുത്ത തീരുമാനമാണ് മൂന്നാറിലും ടൗണിലും ചുറ്റുവട്ടത്തുമുള്ള എല്ലാ വഴിയോര കച്ചവടങ്ങളും നിരോധിക്കണം. മൂന്നാറിൽ ഇപ്പോൾ വലിയ ട്രാഫിക് പ്രതിസന്ധിയുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ചും ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസം മേഖല എന്ന നിലയിൽ വലിയ ട്രാഫിക് പ്രതിസന്ധി മൂന്നാർ മേഖലയിലുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ത്രിതല പഞ്ചായത്ത് ആളുകളും നമ്മുടെ പോലീസ് അധികാരികളും ഒക്കെ ചേർന്നെടുത്ത തീരുമാനമാണ് അവിടുത്തെ വഴിയോര കച്ചവടങ്ങളെല്ലാം ഒഴിപ്പിക്കണം, എങ്കിലേ സുഗമമായി ട്രാഫിക് സംവിധാനം ഒരുക്കാൻ കഴിയൂ എന്നുള്ളത്. അത് ഒരു പെട്ടെന്നുള്ള ഒരാഴ്ച ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോയി പെട്ടെന്ന് തന്നെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അതിൽ നിന്നും പിന്തിരിഞ്ഞ് ഒഴിപ്പിക്കൽ നടപടി നിർത്തിവയ്പ്പിച്ചതിനെതിരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകൾ മൂന്നാർ ടൗണിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. അങ്ങനെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചതിനെതിരെയാണ് ഇപ്പോൾ ഏതാനും ചില കുൽസിത മാർഗത്തിലൂടെ പണമുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകൾ, ഭീഷണിയൊക്കെ വരുന്നത് ബോംബെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ്. അതിൽ നിന്നൊക്കെ ആളുകളെ തിരിച്ചറിയാൻ പോലീസിന് കഴിയും. അതുകൊണ്ട് നിശ്ചയമായും ഇത്തരം ഭീഷണികൾ ഇറക്കുന്ന ആളുകൾക്കെതിരെ ഗവൺമെൻറ്റും പ്രത്യേകിച്ചും ജില്ലാ പോലീസ് മേധാവിയും ഇടപെട്ട് അടിയന്തരമായി അവരെ കസ്റ്റഡിയിലെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം. മാത്രമല്ല, ഒഴിപ്പിക്കൽ നടപടി നിർത്തിവയ്പ്പിച്ചതിനെതിരെ ഏകോപന സമിതിയുടെ മൂന്നാർ യൂണിറ്റ് ഹൈക്കോടതിയെ സമീപിച്ച് നിയമപരമായ പോരാട്ടവും നടത്തും. ഞങ്ങളെപ്പോഴും നിയമത്തെയും നീതിന്യായ വ്യവസ്ഥകളെയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് മാത്രം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ചിലർക്ക് നീതിന്യായവും നിയമവ്യവസ്ഥകളും ഒന്നും ബാധകമല്ല എന്ന വിധത്തിലാണ് ചിലരുടെ പെരുമാറ്റം. അതുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനും പരാതി നൽകിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ നികുതി അടയ്ക്കുന്ന നിയമവിധേയമായി പ്രവർത്തിക്കുന്ന വ്യാപാരികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂന്നാറിൽ ഏകോപന സമിതി നേതാക്കൾക്കെതിരെ ഭീഷണി സന്ദേശങ്ങൾ അയച്ചതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അങ്ങനെയുള്ള അധോലോക സംഘങ്ങളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ സർക്കാരിനോടും ജില്ലാ പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെഹ്റുവിന്റെ മതേതര ഇന്ത്യ തകർക്കപ്പെടുന്നുവെന്ന് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ചെയർമാനും കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ MC ദിലീപ് കുമാർ ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇളദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് ഗാനം എഴുതിയും നൃത്തം വെച്ച് ശ്രദ്ധ നേടിയവരെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ കാളിയാർ സ്വദേശി ആനീസ് KJ മടത്തിപ്പറമ്പലിനെയും ഗാന്ധി ദർശൻ വേദി മൊമന്റോ നൽകി ആദരിച്ചു. നെഹ്റുവിന്റെ മതേതര സങ്കല്പങ്ങൾ മോഡി ഭരണകാലത്ത് തകർക്കപ്പെടുകയാണ്. മോഡിക്ക് ചൂണ്ടിക്കാട്ടുവാൻ പുതിയതായി ഇന്ത്യയിൽ ഒന്നുമില്ലെന്ന് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ചെയർമാനും കാലടി സർവകലാശാല
മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ MC ദിലീപ് കുമാർ പറഞ്ഞു. ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി നെഹ്റുവിന്റെ ഇന്ത്യ എന്ന വിഷയത്തെ അധികരിച്ച് തൊടുപുഴ രാജീവ് ഭവനിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധുനിക ഇന്ത്യയുടെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ നെഹ്റു രാജ്യത്തിന് നൽകിയ സംഭാവനകളാണ് ഇന്നത്തെ ഇന്ത്യയുടെ അടിത്തറയെന്നും അദ്ദേഹം പറഞ്ഞു. 2017 മുതൽ ഈ കാലഘട്ടമായപ്പോൾ ഈ സംഘടന ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഗാന്ധിയൻ സംഘടനയായി മാറിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന എന്നോടൊപ്പം ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കഠിനാധ്വാനം കൊണ്ടാണ് എന്ന് ഉള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. ഞാനതിൻ്റെ സാരഥ്യം വഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എത്രയോ ആളുകൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ സംഘടനയ്ക്ക് അതിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത ലഭിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് എന്ന് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ 25,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട് ഈ സംഘടന. നമ്മൾ ദിനംപ്രതിയുള്ള പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഫേസ്ബുക്കിലൊക്കെ എടുത്ത് പ്രത്യേകം നോക്കിയാൽ അറിയാൻ പറ്റും. വലിയ ശബ്ദമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ സംഘടന പോകുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആരോടും പരിഭവവും പരാതിയുമില്ലാതെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി. അവിടെ വിഭിന്നമായി ചിന്തിക്കുന്നവരെ ഒരുമിച്ച് നിർത്തുക എന്ന ദൗത്യമാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഏറ്റെടുത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ IT മേഖലയിലുള്ള പ്രൊഫഷണൽസ് അടക്കം ഡോക്ടർമാരടക്കമുള്ള റിട്ടയർ ചെയ്ത പ്രൊഫസർമാരടക്കമുള്ള നിരവധി ആളുകൾ ഈ സംഘടനയുമായി മുന്നോട്ട് പോവുകയാണ്. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, നേതാവാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഗാന്ധിയൻ ആദർശം ഈ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയാൽ മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും മുഖം അതില്ലാതാകും എന്ന തിരിച്ചറിവാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ സംഘടനയോട് ചേർത്തുന്നത്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. MK പുരുഷോത്തമൻ, TJ പീറ്റർ, മനോജ് കോക്കാട്ട്, MD ദേവദാസ്, NI ബെന്നി, KG സജിമോൻ, മാർട്ടിൻ ജോസഫ്, ടോമി പാലക്കൽ, OK അഷ്റഫ്, PV അച്ചാമ്മ, SG സുദർശൻ, KG സിന്ധുകുമാർ, റോബിൻ മൈലാടി, സുരേഷ് രാജു നാടുകാണി, NM യൂനസ്, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, ബിന്ദു ദിനേശ്, രാമകൃഷ്ണൻ വൈക്കത്ത്, KJ ജെയിംസ്, ജോസ് കിഴക്കേക്കര, സീനത്ത് ഷാഹുൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് ഗാനം എഴുതിയും നൃത്തം വെച്ച് ശ്രദ്ധ നേടിയവരെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ കാളിയാർ സ്വദേശി ആനീസ് KJ മടത്തിപ്പറമ്പിലിനെയും ഗാന്ധി ദർശൻ വേദി മൊമെന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വേറിട്ടൊരു സഹോദര സംഗമം നടത്തി മാതൃകയായിരിക്കുകയാണ് തൊടുപുഴ വെങ്ങല്ലൂർ നടുവിലെടുത്ത കുടുംബാംഗങ്ങൾ. 9 സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അമ്മയായ ഭാർഗവി കുഞ്ഞിന്റെ 20ാം ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് കൊച്ചുമക്കൾ എല്ലാവരും ചേർന്ന് 2 ദിവസം നീണ്ടുനിന്ന ഒത്തുചേരൽ ഒരുക്കിയത്. വേറിട്ടൊരു സഹോദര സംഗമം നടത്തി എല്ലാവർക്കും മാതൃകയാകുന്നു തൊടുപുഴ വെങ്ങല്ലൂർ നടുവിലെടുത്ത കുടുംബാംഗങ്ങൾ. ബന്ധങ്ങൾ അന്യം നിന്നു പോകുന്ന ഈ കാലത്ത് 9 സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അമ്മയായ ഭാർഗവി കുഞ്ഞിന്റെ 20ാം ഓർമ്മദിനത്തിൽ കൊച്ചുമക്കൾ എല്ലാവരും ചേർന്ന് 9 പേർക്ക് മാത്രമായി 2 ദിവസം നീണ്ടുനിന്ന ഒത്തുചേരലൊരുക്കി. തൊടുപുഴ വെങ്ങല്ലൂർ നടുവിലെടുത്ത വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ജീവിച്ച ഞങ്ങൾ 9 മക്കൾ ഇപ്പോൾ ഞങ്ങളുടെ മക്കൾ ഒരുക്കിയ ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ച് താമസിപ്പിക്കുകയും 2 ദിവസം ആഹാരം ഉണ്ടാക്കി പഴയ കാലത്തെ പറ്റിയൊക്കെ സംസാരിച്ച് സന്തോഷമായി കഴിയുകയും ആ കാലത്ത് കഴിഞ്ഞ സ്ഥലങ്ങൾ, കുളങ്ങൾ, പുഴകൾ, അമ്പലങ്ങൾ, അയൽവാസികളുടെ വീടുകൾ എല്ലാം സന്ദർശിക്കുകയും പഠിച്ച സ്കൂളുകൾ എല്ലാം പോയി കാണുകയും അവിടെ നിൽക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം മക്കളും കൊച്ചുമക്കളോടും കൂടി ഒന്നിച്ചു വരികയും ആ കൊച്ചുമക്കളുടെയൊക്കെ കൂടെ ഉല്ലാസപ്രദമായി കുറേ സമയം കഴിച്ചു കൂട്ടുകയും ചെയ്തു. ഈ നിമിഷങ്ങൾ അനർഹ നിമിഷങ്ങളായിരുന്നു, സന്തോഷപ്രദമായിരുന്നു, വളരെ സന്തോഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ഇതുപോലെ കാണാതെ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഇതിനൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും വന്ന സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ വീണ്ടും വീണ്ടും കൂടണം. ഈ ദിവസം തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണം ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് 20 വർഷം തികയുന്ന ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. അതും പ്രത്യേകം ഞങ്ങൾ സ്മരിക്കുന്നു. ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം 9 മക്കളെയും ഒരു വീട്ടിൽ താമസിപ്പിച്ച് ഇവർ തന്നെ സ്വന്തമായി ഒന്നിച്ച് ഭക്ഷണം പാകം ചെയ്ത് സമയം ചിലവഴിക്കുന്ന രീതിയിലാണ് സംഗമം തയ്യാറാക്കിയത്. പഴയ ഓർമ്മകൾ പങ്കുവെച്ചും ജനിച്ചു വളർന്ന നാടും പരിസര പ്രദേശങ്ങളും അയൽക്കാരെയും സ്കൂളും സന്ദർശിച്ചും 2 ദിനങ്ങൾ ഭംഗിയായി ആഘോഷപൂർവ്വം കടന്നുപോയി. അവസാന മണിക്കൂറുകളിൽ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഇവരോടൊപ്പം ചേർന്ന് അവിസ്മരണീയമാക്കിയ മുഹൂർത്തങ്ങൾ സന്തോഷദായകമായി. നടുവിലെടുത്ത വീട്ടിൽ പീതാംബരൻ, സരള, സോമൻ, ഗോമതി, രാജു, സുധാകരൻ, വിമല, അശോകൻ, റോയ് എന്നിവരാണ് ആ ഭാഗ്യ സഹോദരങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി ജോയി ജോസഫ് കുരിശിങ്കലിനെ തിരഞ്ഞെടുത്തു. KSRTC പെൻഷനേഴ്സ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി, വഴുത്തല സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം ഇടുക്കി കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് പുറമെ വിവിധ വകുപ്പ് പ്രതിനിധികളും ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. 35ാമത് ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവം നവംബർ 27 മുതൽ 30 വരെ ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ് നടക്കുന്നത്. ഇടുക്കിയിലെ 7 വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നായി 4000-ഓളം വിദ്യാർത്ഥിനികൾ മത്സരിക്കുന്ന റവന്യൂ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മധു അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് നിർവഹിച്ചു. അല്ലെങ്കിൽ മാറ്റുരയ്ക്കപ്പെടേണ്ട കുട്ടികളെ തെരഞ്ഞെടുക്കുന്ന ഒരു വലിയ ആഘോഷമാണ് നമ്മളിവിടെ കഞ്ഞിക്കുഴിയിൽ വിഭാവനം ചെയ്യുന്നത്. സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട രജിസാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ച ഒരു പത്രവാർത്ത കണ്ടു, കഞ്ഞിക്കുഴിക്ക് എന്തൊക്കെയോ കുറവുണ്ട് എന്നുള്ള കാര്യം. ഇന്നലെ വീണ്ടും വാർത്ത വന്നു, ചോദ്യോത്തര പന്തി പോലെ എന്തൊക്കെയോ കുറവുകൾ ഒത്തിരി. ഇപ്പം ഞാൻ പ്രിയപ്പെട്ട മാനേജറെ വിളിച്ചു, സാറേ ആരെ ഇത്ര താല്പര്യത്തോടു കൂടി ഇത് കാണുന്നേ, ഇതെല്ലാം കുറവുകൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നേ. പറഞ്ഞ് അറിയില്ല സാറേ, ആരാന്നറിയില്ല. ഞാനിത് പറയുന്നത് 2015 മുരിക്കാശ്ശേരി സ്കൂളിലെ അധ്യാപകനായിരുന്ന സമയത്ത് അവിടെ ഞങ്ങൾ കലോത്സവം നടത്താനായിട്ട് ആഗ്രഹിച്ചു. അന്നുണ്ടായിരുന്ന DD ഉൾപ്പെടെയുള്ള ആളുകൾ പരിമിതികളാണ്, മുരിക്കാശ്ശേരി ഒരു കാരണവശാലും നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഞങ്ങളുടേതായ കലാ സാധ്യതകളൊക്കെ പ്രയോഗിച്ച് മുരിക്കാശ്ശേരിയിൽ ആദ്യമായി നടത്താനായിട്ട് തീരുമാനമെടുത്തു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റിജി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, സ്കൂൾ മാനേജർ ബിജു മാധവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി ഐക്കര, ടിൻസി ജെയ്മോൻ, മാത്യു തായങ്കരി, സിൽവി സോജൻ, സോയിമോൻ സണ്ണി, ലിൻസി കുഞ്ഞുമോൻ, സഞ്ജിത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ രാജി ജോസഫ്, ഹെഡ് മിസ്ട്രസ് മിനി ഗംഗാധരൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ബിനുമോൻ KR ഷാജിമോൻ, അറ്റ്ലി ഉൾപ്പെടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരും സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CPIM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടത്തുന്ന സംസ്ഥാന ജില്ലാ ഏരിയ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായുള്ള പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ അവസാന ലോക്കൽ സമ്മേളനം വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് നടക്കുന്ന നുണപ്രചരണങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണമെന്നും കള്ളപ്രചാരണത്തിനായി പ്രതിപക്ഷം ഉപദേശകനെ നിയമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIM 14ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന ജില്ലാ ഏരിയ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായുള്ള അവസാന ലോക്കൽ സമ്മേളനമാണ് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത്. CPIM പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 216 ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ശേഷമാണ് അവസാന ലോക്കൽ സമ്മേളനമായ പശുമല ലോക്കൽ സമ്മേളനം നടന്നത്. റെഡ് വാളണ്ടിയർമാരുടെ അകമ്പടിയോടുകൂടി നടന്ന പ്രകടനത്തോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രകടനം സമ്മേളന നഗരിക്ക് സമീപം സ്ഥാപിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ പശുമല ലോക്കൽ കമ്മിറ്റി അംഗം K സുധാകരൻ പതാക ഉയർത്തി. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ആരംഭിച്ച പശുമല ലോക്കൽ സമ്മേളനത്തിൽ S അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. TS മനോജ് രക്തസാക്ഷി പ്രമേയവും ഷംനാഥ് അലിയാർ അനുശോചന പ്രമേയവും സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ, പുഷ്പൻ എന്നിവരുടെ അനുശോചന പ്രമേയങ്ങൾ MT ലിസി, PK ഗോപി, സ്റ്റെലികുമാർ എന്നിവർ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന
ലോക്കൽ സമ്മേളനം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് നടക്കുന്ന നുണപ്രചാരണങ്ങൾ തിരിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയണമെന്നും കള്ളപ്രചാരണത്തിനായി പ്രതിപക്ഷം ഉപദേശകനെ നിയമിച്ചിരിക്കുകയാണെന്നും PS രാജൻ പറഞ്ഞു. നമുക്ക് ജയിക്കണം. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന കള്ളപ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് തിരിച്ചറിയാനും അത് നുണയാണെന്ന് പറയാനും പ്രചരിപ്പിക്കുന്നവരെ തെരുവിലെതിർക്കാനും CPM മെമ്പർമാർ ധൈര്യം കാണിക്കണം. ഇങ്ങനെ കഴിയും. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് ഇവരെല്ലാം കൂടെ ഇനി എന്നാ ചെയ്യുന്നു ആലോചിക്കുക. KPCC ഓഫീസിൽ VD സതീശനുണ്ട്, K സുധാകരനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, MM ഹസനുണ്ട്, K സുധാകരൻ. 7 പേര്. ഇനി എന്നാ ചെയ്യും? ഇങ്ങനെ പോയാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും LDF മൂന്നാമത് തുടർഭരണം വരും. K സുധാകരൻ എനിക്കൊക്കെയാണ് പ്രായം. ഒന്ന് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ ഇങ്ങനെ പോയാൽ? അവസാനം KC വേണുഗോപാൽ പറഞ്ഞു ഞാൻ സഹായിക്കാം, ഞാൻ കാണട്ടെ, ഒരു ഉപദേശിക്കട്ടെ. അങ്ങനെയാണ് കനപോലു എന്ന് പറഞ്ഞ ഉപദേശി KPCC ഓഫീസിൽ കയറി ചെല്ലുന്നത്. പാൻറ്റും പൂട്ടും ഒക്കെ ഇട്ട് കഥന്താരികളായി നടുക്ക് കസരയിട്ട് കാലുവെപ്പ് വെച്ച് പുള്ളി ഇരുന്ന് ഉപദേശിക്കുക. എന്താ അവരുടെ ഉപദേശം? കള്ളം പറയാൻ പറ്റും. ഒന്നാമത്തെ കള്ളം, ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുള്ള, രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ മോശം, കാശിന് കൊള്ളില്ല. രണ്ടാമത്തെ കള്ളം, ഒന്നാമത്തെ പിണറായി സർക്കാർ ജനപ്രിയ സർക്കാർ, രണ്ടാമത്തെ പിണറായി സർക്കാർ ജനദ്രോഹ സർക്കാർ. മൂന്നാമത്തെ കള്ളം, മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളനാണ്, കള്ളനാണ്, കുടുംബത്തോടെ കള്ളക്കൂട്ടം. ഈ 3 കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ചാൽ അടുത്ത തവണ നമുക്ക് ജയിക്കാം. അതിശയ വിഷമം പിടിച്ച കാര്യം. എന്ത് വിഷമം? വളരെ ഈസിയാ. നിങ്ങൾക്കറിയോ, ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മന്ത്രിമാരെ കൂട്ടത്തോടു കൂടി മാറ്റിയിരിക്കുക. അത് ശരിയാ. CPMന്റെ CPIയുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തു. പാർലമെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ സംഘടനാ രംഗത്തേക്കും, സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പാർലമെന്റ് രംഗത്തേക്കും മാറി പ്രവർത്തിക്കും. അങ്ങനെ മാറ്റി പ്രവർത്തിപ്പിക്കുക എന്നാ തീരുമാനിച്ചത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം G വിജയാനന്ദ്, പീരുമേട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി S സാബു, നേതാക്കളായ MK മോഹനൻ, ശാന്തി ഹരിദാസ്, തങ്കദുരൈ, റെനിൽ മാത്യു, CK സോമൻ, ഷൈജൻ, K ചന്ദ്രൻ, മധു തുടങ്ങിയവർ ലോക്കൽ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. തുടർന്ന് പൊതുചർച്ച, പ്രമേയാവതരണം എന്നിവയ്ക്ക് ശേഷമാണ് സമ്മേളനം അവസാനിച്ചത്. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശ്ചര്യവും കൗതുകവും ഉണർത്തി ഡീപോൾ സൈഫസ്റ്റ് എക്സിബിഷൻ 2K24 ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K അലക്സ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ കോലാനിയിൽ ആരംഭിക്കുന്ന ദയാ തണൽ ഡയാലിസിസ് ആൻഡ് എയർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം നടത്തി. അർഷ്വാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് നെച്ചിക്കാട്ടിൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങ് തണൽ ചെയർമാൻ ഡോക്ടർ V ഇദ്രിസ് ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ഫോറം ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന്റെ ട്രിപ്പ് മുടക്കുന്നതായുള്ള പരാതി വ്യാജമെന്ന് ആരോപണ വിധേയർ. മൂന്നാർ ടൗണിൽ വ്യാപാരികൾ നടത്തിയ സമരത്തെ ഭീഷണിയിലൂടെ നേരിടാൻ ചില അദൃശ്യ ശക്തികൾ ശ്രമിക്കുന്നുവെന്നാണ് അടുത്ത ദിവസങ്ങളിലുണ്ടായ ഭീഷണികളിലൂടെ മനസ്സിലാകുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.